എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ വളരെ നാളത്തെ കാത്തിരിപ്പിന് ശേഷം ബി.ജെ.പി അവരുടെ കേരള സംസ്ഥാന അധ്യക്ഷനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് മറ്റാരുമല്ല, രാജീവ് ചന്ദ്രശേഖർ മുൻ കേന്ദ്രമന്ത്രിയായിരുന്നു, മുൻ IT മന്ത്രിയായിരുന്നു. അപ്പോൾ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൻ്റെ എന്താണ് ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനാവുന്നത്. അപ്പോൾ ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ മാസങ്ങൾ 2-3 മാസമായി ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും ഇവിടുത്തെ പ്രമുഖ യൂട്യൂബ് ചാനലൊക്കെ ഇങ്ങനെ ഒരാളിപ്പോൾ ശോഭാ സുരേന്ദ്രൻ വരുന്നു, കെ സുരേന്ദ്രൻ തുടരും, പിന്നെ MT രമേശ് ആവാൻ സാധ്യതയുണ്ട്, ചിലപ്പോൾ വീണ്ടും മുരളീധരൻ വരാൻ ചാൻസ് ഉണ്ട്, ചിലപ്പോൾ സുരേഷ് ഗോപി ആയിരിക്കും. ഇങ്ങനെ പല അഭ്യൂഹങ്ങളും ചില ചാനലുകളൊക്കെ ഉണ്ടല്ലോ, ഒരു 10, 30, 50ഓളം വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. കേരളത്തിലെ പ്രമുഖ യൂട്യൂബ് ചാനലൊക്കെ 50ഓളം വീഡിയോകൾ ഇതുമായി ബന്ധപ്പെട്ട് മാത്രം ചെയ്തിട്ടുണ്ട്. ബി.ജെ.പിയുടെ ഒരു കാര്യം അറിയാലോ, ഇത് ശരിക്കും നരേന്ദ്രമോദിക്ക് മാത്രമേ അറിയൂ ആരായിരിക്കും അടുത്ത ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ ഇതുവരെ പ്രഖ്യാപിച്ചില്ല. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് അഭ്യൂഹങ്ങൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഓരോ സംസ്ഥാനത്തും ആര് വരണം ശരിക്കും അറിയുന്നത് ശരിക്കും അമിത്ഷാക്കും നരേന്ദ്രമോദിക്കും മാത്രമേ അറിയൂ, RSSനും ഈ 3 ടീമിന് മാത്രമേ അറിയൂ. ഇതുമായി ഇതിന് പുറത്ത് ബി.ജെ.പിയിലെ ആൾക്കാർക്ക് പോലും ഒരു ഐഡിയ ഉണ്ടാവില്ല ആരായിരിക്കും ബി.ജെ.പിയുടെ കേരള അധ്യക്ഷൻ, ആരായിരിക്കും ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ എന്നുള്ള ഒരു ഐഡിയ ഇവർക്ക് ആർക്കും ഉണ്ടാവില്ല. ഈ 3 ആൾക്കാർക്കും, RSSനും അമിത്ഷായ്ക്കും നരേന്ദ്രമോദിക്കും മാത്രമേ അതിനുള്ള വ്യക്തമായ ഒരു ക്ലിയർ പിക്ചർ അവരുടെ കയ്യിലുണ്ടാവും. അപ്പോൾ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങളെല്ലാം ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. അവർ ഇവിടെ കുറേ പ്രചരണങ്ങൾ നടത്തി. പ്രത്യേകിച്ച് ഷാജിൻ സ്കറിയ നിങ്ങൾക്കറിയാലോ, കേരളത്തിലെ സംഘികളെ പറ്റിച്ച് ജീവിക്കുന്ന ഒരു സാധനമാണ് ഷാജിൻ സ്കറിയ. ഈ ഷാജിൻ സ്കറിയൊക്കെ മാസങ്ങളോളം ഏകദേശം 1 വർഷത്തോളം ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശോഭാ സുരേന്ദ്രനായിരിക്കും ബി.ജെ.പിയുടെ അധ്യക്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് എത്ര വീഡിയോ ചെയ്യുന്ന അറിയാം ഈ ഷാജിൻ സ്കറിയൊക്കെ. അപ്പോൾ ഇതിന്നൊക്കെ എന്താ മനസ്സിലാവുന്നത്, നിങ്ങളൊക്കെ വിചാരിക്കുന്ന ഒരു പാർട്ടിയല്ല. മുമ്പൊക്കെ UPA ഗവൺമെൻറ് ആ സമയത്ത് ഒരു പൊസിഷനിലേക്ക് ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയാം, ഒരു മന്ത്രിസഭാ രൂപീകരണത്തിൽ ഏത് വകുപ്പൊക്കെ കൈകാര്യം ചെയ്യുന്ന വ്യക്തമായ ഡീറ്റെയിൽസ് മാധ്യമങ്ങൾക്ക് കിട്ടിയിരുന്നു. പക്ഷേ ബി.ജെ.പിയുടെ കേസ് അതല്ല. ബി.ജെ.പിയുടെ ഞാൻ പറയട്ടെ, ആര് പ്രധാനമന്ത്രിയാകും, ആര് ആഭ്യന്തരമന്ത്രിയാകും, ആര് പ്രസിഡന്റ് ആവും എന്നുള്ള കാര്യത്തിൽ ഒരു ഐഡിയ ഒരു മാധ്യമങ്ങൾക്കും കിട്ടില്ല. അതറിയുന്നത് 3 പേർക്ക് മാത്രമേ ഉള്ളൂ. ഒന്ന് അമിത്ഷാക്കും, ഒന്ന് നരേന്ദ്രമോദിക്കും, ഒന്ന് സാക്ഷാൽ RSSന് മാത്രമേ ഇത് അറിയൂ. അപ്പോൾ ഇവിടെ ഊഹാപോഹങ്ങൾ സൃഷ്ടിച്ച് കേരളത്തിലും ഇതേ ലെവലിൽ ഊഹാപോഹങ്ങളും മാസങ്ങളായിട്ട് ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങളും യൂട്യൂബ് ചാനലുകളൊക്കെ കൊണ്ടിരിക്കുകയായിരുന്നു. അതായത് ആരായിരിക്കും ഓരോരോ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, മുരളീധരൻ, അങ്ങനെയുള്ള പല ആൾക്കാരുടെ പേരുകൾ പറഞ്ഞ് മാസങ്ങളോളം അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവരുടെ വയറ്റിപ്പിഴപ്പാണ് അതൊക്കെ. പക്ഷെ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന കേരള അധ്യക്ഷനാകുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഈ രാജീവ് ചന്ദ്രശേഖർ കേരളത്തിൽ ബി.ജെ.പി അധ്യക്ഷനായതോടുകൂടി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ക്രിമികെട്ടി ഉണ്ടായത്, അങ്ങനെ തന്നെ വേണം പറയാൻ, ക്രിമികെട്ടി ഉണ്ടായത്, ഏറ്റവും കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്കാണ്. അതായത് തീവ്ര ഇസ്ലാമിസ്റ്റ് എന്ന് വെച്ചാൽ കേരളത്തിലെ മുസ്ലിമുകൾക്ക് തന്നെയാണ്. അതായത് മിക്ക ആൾക്കാരും ഇപ്പോൾ ആ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് മോഡറേറ്റ് മുസ്ലിംസിനെ ഈ കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ അങ്ങനെ ഹാർഡ് കോർ ലെവലിൽ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ, തീവ്ര ഇസ്ലാമിസ്റ്റുകൾ രാജീവ് ചന്ദ്രശേഖരനെ ഭയപ്പെടുന്നത്? അത് ഞാൻ വ്യക്തമായി പറഞ്ഞു തരാം എന്താണെന്നുള്ള കാര്യം. അതിന് ഒരുപാട് റീസൺസ് ഉണ്ട്. അതായത് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് എന്താ വേണ്ടതെന്നറിയോ, അതായത് നന്നായിട്ട് വർഗീയത സംസാരിക്കുന്നത്, അതായത് ആൻറ്റി മുസ്ലിം സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ആൾക്കാരാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്, അവരാഗ്രഹിക്കുന്നത് അങ്ങനെ ഒരാൾ ബി.ജെ.പിയുടെ തലപ്പത്ത് വരണം എന്നാണ്. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. അതായത് ആബിദ് അടിവാരം എന്ന് പറയുന്ന ഒരു സുഡാപ്പി ഉണ്ട്. ഈ സുഡാപ്പി ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെ ഇപ്പോൾ ഒരു ഇൻ്റലക്ച്വൽ ഒരു ഹെഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നരേന്ദ്രമോദി സർക്കാരിനെയും ഹിന്ദുക്കൾക്കെതിരെയും ഹൈന്ദവ സംസ്കാരത്തിനെതിരെയും കേരളത്തിലെ ബി.ജെ.പിക്കെതിരെയും ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളും ഇതൊക്കെ ഇടുന്നത് ഒരു വ്യക്തിയാണ് ആബിദ് അടിവാരം. ഇവരിപ്പം ഈ സുഡാപ്പികളൊക്കെ ഈ ആബിദിനെ കാണുന്നത് അവരുടെ ഇൻ്റലക്ച്വൽ ഹെഡായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ രാജീവ് ചന്ദ്രശേഖർ ബി.ജെ.പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം ഈ ആബിദ് അടിവാരം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു കേട്ടോ. അതിൽ അദ്ദേഹം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ രാജീവ് ചന്ദ്രശേഖർ വരുന്നുണ്ട്, ബി.ജെ.പിക്ക് കേരളത്തിൽ പ്രത്യേകിച്ച് നേട്ടമൊന്നും ഉണ്ടാവാനില്ല. അതായത് കേരളത്തിൽ വർഗീയത പറയുന്നവർക്ക് മാത്രമേ സ്കോപ്പ് ഉള്ളൂ. ഇപ്പോൾ സുരേന്ദ്രൻ അവർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, സുരേന്ദ്രൻ ഉള്ളേരി സ്വദേശിയാണ്. അവിടെ എന്ന് വെച്ചാൽ സുരേന്ദ്രൻ്റെ ഏറ്റവും കൂടുതൽ സുരേന്ദ്രൻ്റെ ഫ്രണ്ട്സും സുരേന്ദ്രൻ ബന്ധപ്പെടുന്ന ആൾക്കാരും മുസ്ലിംസാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഉള്ളേരിയിൽ ആരോട് ചോദിച്ചു കഴിഞ്ഞാലും സുരേന്ദ്രൻ ആരായിട്ട് ബന്ധപ്പെടുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അപ്പോൾ സുരേന്ദ്രൻ കേരളത്തിൽ പിടിച്ചേക്കാൻ, കേരളത്തിലെ മീഡിയ അറ്റൻഷൻ കിട്ടാൻ, കേരളത്തിലെ ബി.ജെ.പിയുടെ ഒരു ടോപ്പ് ഇതിൽ നിൽക്കാൻ വേണ്ടി മുസ്ലിം വർഗീയത, അതായത് ഹലാല് മന്തി ഷോപ്പുകൾക്കെതിരെ ഇത്തരത്തിലുള്ള ഷോപ്പുകളും ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ ഇതൊക്കെ കാണുമ്പോൾ
അവരോട് അതിനെ വെറുപ്പായിട്ട് കാണുന്ന 15% ഹിന്ദുക്കളുണ്ട്. അവരാണ് ബി ജെ പിക്ക് വോട്ട് ചെയ്യുന്നത്. അപ്പോൾ അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് സുരേന്ദ്രൻ ഇടയ്ക്കിടയ്ക്ക് ഹലാല്, പിന്നെ മന്തി, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് മുസ്ലിമിനെ താറടിക്കാൻ വേണ്ടി സുരേന്ദ്രൻ അറിയാം. പക്ഷേ സുരേന്ദ്രൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് സുരേന്ദ്രൻ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇത്തരത്തിലെ കാര്യങ്ങൾ പറയേണ്ടി വരും. പക്ഷേ സുരേന്ദ്രൻ ബന്ധപ്പെടുന്നതും സുരേന്ദ്രൻ ഫൈനാൻഷ്യൽ ഡീലിംഗ് ചെയ്യുന്നതൊക്കെ മുസ്ലിംസൊക്കെ ആയിട്ടാണെന്നാണ് ഈ ആബിദ് അടിവാരം പറയുന്നത്. അപ്പോൾ ഈ ആബിദ് അടിവാരം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രാജീവ് ചന്ദ്രശേഖർ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞാൽ പുള്ളിക്കാരൻ വർഗീയത പറയാത്ത ഒരാളാണ്. പുള്ളിക്കാരൻ ബേസിക്കലി ഒരു ടെക്നോക്രാറ്റാണ്, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ടെക്നോക്രാറ്റാണ്. അപ്പോൾ അദ്ദേഹം വർഗീയത പറയോ? അത് അവർക്ക് ആവശ്യം എന്ന് വെച്ചാൽ ആബിദ് അടിവാരത്തിനെ പോലെയുള്ള മുസ്ലിം എക്സ്ട്രീമിസ്റ്റുകൾ ആവശ്യം, അതായത് വർഗീയത പറയുന്ന ആൻറ്റി മുസ്ലിം സ്റ്റാൻഡ് സ്വീകരിക്കുന്ന ഒരു ബി ജെ പി സംസ്ഥാന ഒരു നേതാവിനാണ് ആവശ്യം. അപ്പോൾ രാജീവ് അത്തരത്തിലുള്ള ഒരാളല്ല. രാജീവ് അതുകൊണ്ടാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ രാജീവിനെ ഭയപ്പെടുന്നത്. അവർക്ക് ആവശ്യം, കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾക്ക് ആവശ്യം തീവ്ര വർഗീയത പറയുന്ന ഒരു ബി ജെ പി സംസ്ഥാന പ്രസിഡന്റാണ് അവരാഗ്രഹിക്കുന്നത്. പക്ഷേ രാജീവ് ആ തരത്തിലല്ല. രാജീവിന് അത്തരത്തിലുള്ള ട്രാക്ക് റെക്കോർഡില്ല. രാജീവ് വികസനം പറയുന്ന ഒരാളാണ്. വികസനം വരണം, യുവാക്കൾക്ക് ജോലി വേണം, ഇവിടെ ടെക്നോളജി വളരണം, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖർ സംസാരിക്കുന്നത്. അതാണ് കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്, കേരളത്തിലെ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തുന്നത്. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് വെച്ചാൽ ബി ജെ പി ഏറ്റവും കൂടുതൽ താറടിക്കാൻ പറ്റിയൊരു അവസരം എന്ന് വെച്ചാൽ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ എപ്പോഴും വർഗീയത പറയണം. അത്തരത്തിലുള്ള ആൾക്കാരാണ് അവർ എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ അവരുദ്ദേശിച്ച കാര്യങ്ങൾ നടക്കും. ഒരു മുസ്ലിം കൺസോളിഡേഷൻ ഇവിടെ ഉണ്ടാക്കാൻ പറ്റും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. പക്ഷേ രാജീവ് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സംഭവം ഉണ്ടാവില്ല. രാജീവ് അങ്ങനത്തെ ഒരു സ്റ്റാൻഡില്ല. രാജീവിന് ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജീവ് പക്ക ഒരു ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആണ്. അത് നമ്മൾ ഗുജറാത്തിലൊക്കെ മോദി പയറ്റിയ ഒരു തന്ത്രം ഉണ്ടല്ലോ, ആ ഒരു സ്റ്റാൻഡാണ് നമ്മുടെ രാജീവും പയറ്റാൻ വന്നു കേരളത്തിൽ. പുള്ളിക്ക് അങ്ങനത്തെ ഒരു സ്റ്റാൻഡില്ല. പുള്ളി ഇന്ന് തന്നെ പറഞ്ഞിട്ടില്ലേ, വിദ്യ കൊണ്ട് സമ്പന്നരാകുക, അങ്ങനെ ഒരുപാട് ജോലി ഉണ്ടാക്കുക, രാജ്യം വികസിക്കുക, ഇതൊക്കെയാണ് എന്താ പറയുക രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെക്കുന്നത്. ഇത് തന്നെയാണ് ഇവരെ ഭയപ്പെടുത്തുന്നത്. ഇനിയിപ്പം എന്താ പറയുക 2026 ഇലക്ഷൻ നടക്കാൻ പോവാണ്. രാജീവ് ചന്ദ്രശേഖർ ഉന്നം വെക്കുന്നത് വെച്ചാൽ ഇവിടെ ഒരു ഹിന്ദു ക്രിസ്ത്യൻ കൺസോൾട്ടേഷൻ, ഒരു യൂണിറ്റി ഉണ്ടാക്കാനാണ് അദ്ദേഹത്തിൻ്റെ പ്ലാൻ. അത് തന്നെയാണ് അമിത്ഷാ നരേന്ദ്രമോദിയും പറഞ്ഞു വിട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് കൊടുത്ത ടാർഗറ്റ് അത് തന്നെയാണ്. എന്താ പറയണ്ടേ, ഈ ഒരു യൂണിറ്റി ഉണ്ടാക്കുക. അതിന് ഏറ്റവും ഒരു എക്സാമ്പിൾ മുന്നോട്ട് വെക്കുന്നത്, കേന്ദ്ര നേതൃത്വം മുന്നോട്ട് വെക്കുന്നത് എന്താ പറയുക തൃശ്ശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയമാണ്. അവിടെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ നിർണായകമായത് അവിടുത്തെ എന്താ പറയുക ക്രിസ്ത്യൻ വോട്ടുകൾ തന്നെയാണ്. അപ്പോൾ സുരേഷ് ഗോപി ഒരു മോഡറേറ്റ് ഫേസാണ്. അപ്പോൾ അത് തന്നെയാണ് ഇവർ ഭയപ്പെടുത്തുന്നത്. രാജീവ് ചന്ദ്രശേഖർ പോലെ ഒരാൾ, അങ്ങനത്തെ ഒരു മോഡറേറ്റ് ഫേസിലുള്ള ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞാൽ കേരളത്തിലൊരു ഹിന്ദു ക്രിസ്ത്യൻ ഒരു കൺസോളിഡേഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ബി ജെ പി, ഞാൻ പറയട്ടെ, 2024 ലോക്സഭാ ഇലക്ഷനിൽ ഒരു വോട്ടിംഗ് പാറ്റേൺ വെച്ച് നോക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് 11 മണ്ഡലത്തിൽ 1ാം സ്ഥാനത്താണ്, 9 മണ്ഡലത്തിൽ 2ാം സ്ഥാനത്താണ്. ഈ 2ാം സ്ഥാനത്തിൽ എന്താ വേണ്ടത്, അസംബ്ലി മണ്ഡലത്തിൽ 2ാം സ്ഥാനം 1ാം സ്ഥാനം തമ്മിലുള്ള ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ചുരുക്കം ചില വോട്ടുകൾ മാത്രമേ ഉള്ളൂ. നേരെ മറിച്ച് 1ാം സ്ഥാനത്തിൽ 11 മണ്ഡലത്തിൽ 1ാം സ്ഥാനത്തുണ്ട്. ഈ 1ാം സ്ഥാനം 2ാം സ്ഥാനം തമ്മിലുള്ള വോട്ടിംഗ് ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹ്യൂജ് എമൗണ്ട്, മോർ ദാൻ 10,000 വോട്ടുകളാണ്. അപ്പോൾ ഇതൊന്ന് ആഞ്ഞു പിടിച്ചു കഴിഞ്ഞാൽ ഈ 20 മണ്ഡലം കൂടെ പോരും എന്നൊരു സെറ്റപ്പാണ്. അപ്പോൾ ക്രിസ്ത്യൻസ്, ഇവിടെ കേരളത്തിലെ ക്രിസ്ത്യൻസ് എന്താ പറയുക ബി ജെ പിക്ക് വോട്ട് ചെയ്യാൻ റെഡിയാണ്. അപ്പോൾ ഇത്ര രാജീവിനുമായൊരു ഫേസ് ബി ജെ പിയെ നയിക്കുകയാണെങ്കിൽ ക്രിസ്ത്യൻസ് ഒന്നടങ്കം ബി ജെ പിക്ക് വോട്ട് ചെയ്യും. അവർ സുരേന്ദ്രനുള്ള സ്ഥിതിക്ക് എന്താ പറയണ്ടത്, അവർ കുറേ എന്താ പറയുക ഒരുപാട് സുരേന്ദ്ര വർഗീയവാദിയാണ്, സുരേന്ദ്ര വർഗീയത പറയുന്ന ആളാണെന്നൊക്കെ പറഞ്ഞിട്ട് സമൂഹത്തിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയിട്ട് കുറേ വോട്ടുകളൊക്കെ സ്പ്ലിറ്റ് ചെയ്തു. പക്ഷേ രാജീവ് വരുമ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ എന്ത് പറയും? രാജീവ് ചന്ദ്രശേഖർ വരുമ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അയാൾക്ക് അത്തരത്തിലുള്ളൊരു ഫേസ് ഇല്ല. അദ്ദേഹം പറഞ്ഞ ഡെവലപ്മെൻറ്റാണ്, എല്ലാവരും പഠിക്കണം, എല്ലാവരും എന്താ പറയണ്ടേ നല്ല ജോലി നേടണം, അതൊക്കെയാണ് പുള്ളി മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ. യുവാക്കൾ പഠിക്കണം, ആ പഠിച്ച ആശയങ്ങൾ വെച്ച് ഇവിടെ കുറേ ആൾക്ക് ജോലി കൊടുക്കണം. നിങ്ങളൊരു കമ്പനിയിൽ കയറണം എന്നല്ല പറയുന്നത്, നിങ്ങളൊരു കമ്പനി ഉണ്ടാക്കിയിട്ട് കുറേ ആൾക്കാർക്ക് ജോലി കൊടുക്കണം എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. ശരിക്കും യുവാക്കൾക്കൊക്കെ ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരിക്കും കേട്ടോ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ആ സമയത്തൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഇങ്ങനെയൊക്കെ ഇൻസ്പിറേഷൻ തരാൻ പറ്റിയ ഒരു പൊളിറ്റിക്കൽ ലീഡർ ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇദ്ദേഹം പറയണം, നിങ്ങളൊരു കമ്പനിയിൽ ജോലി നേടുകയാണ് നിങ്ങൾ ലക്ഷ്യം വെക്കേണ്ടത്. ഒരു കമ്പനി ഉണ്ടാക്കിയിട്ട് 100 ആൾക്ക് ജോലി കൊടുക്കുക, അതാണ് അദ്ദേഹം പറയുന്നത്. എന്ത് നല്ല ആശയം നോക്കി. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർ വരുമ്പോൾ പ്രത്യേകിച്ച് ബി ജെ പിയുടെ ഒരു മനസ്സ് കാണിക്കുന്ന ക്രിസ്ത്യൻ സമൂഹമൊക്കെ ബി ജെ പിക്ക് വോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 20 സീറ്റ് കേരളത്തിൽ ബി ജെ പിക്ക് കിട്ടും. 20 സീറ്റ് ബി ജെ പിക്ക് കേരളത്തിൽ കിട്ടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിടം മറിയും. ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക്, മുസ്ലിങ്ങളെ ഒരു പരിപാടി നടക്കില്ല. പരിപാടി നടക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി ജെ പി തീരുമാനിക്കും ആര് ഭരിക്കണം. കേരളത്തിൽ 140 അസംബ്ലി സീറ്റാണ്. ഈ 140 അസംബ്ലി സീറ്റ് 20 സീറ്റ് ബി ജെ പി പിടിച്ചു കഴിഞ്ഞാൽ ബാക്കി 120 സീറ്റ് ഇവർ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ പറയട്ടെ, ഈ 20 സീറ്റ് പിടിക്കുന്ന ബി ജെ പി തീരുമാനിക്കും ആര് കേരളം ഭരിക്കണമെന്ന്. അപ്പം ബി ജെ പിയുടെ പിന്തുണയില്ലാതെ കേരളത്തിൽ ഒരു സർക്കാർ രൂപീകരിക്കാൻ പറ്റില്ല. അവിടെയാണ് കളി.
അതൊക്കെയാണ് രാജീവ് ചന്ദ്രശേഖരും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം ലക്ഷ്യം വെക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും ഈ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഭയപ്പെടുന്നത് വർഗീയത പറയാത്ത ബിസിനസ്, അതായത് ഡെവലപ്മെൻറ്റ് ഓറിയൻറ്റഡ് ആയ ഒരാൾ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുമ്പോൾ ഇവർ ഭയപ്പെടും. പിന്നെ അതുമാത്രമല്ല, ഈ രാജീവ് ചന്ദ്രശേഖർ എന്ന് പറയുന്ന ടെക്നോക്രാറ്റിനെ വിമർശിക്കാൻ, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റിയ ഒറ്റൊരു ലീഡർ മാത്രമേ ഇന്ന് കേരളത്തിലുള്ളൂ. അത് സാക്ഷാൽ ശശി തരൂർ മാത്രമാണ്. എന്തിനായാലും കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിക്കുന്നത് വർഗീയത പറയുന്ന, മുസ്ലിം വിരുദ്ധ രാഷ്ട്രീയം പറയുന്ന ഒരു നേതാവിനെയാണ് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ ഭയപ്പെടുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഈ സ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ മിനിമം 20 സീറ്റെങ്കിലും ബി ജെ പി പിടിക്കും. കേരള രാഷ്ട്രീയം തകിടമറിയും. അപ്പോൾ ഇവിടെ പണി കിട്ടാൻ പോകുന്നത് ഇവിടുത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾക്ക് തന്നെയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരിക്കാതിന് വേണ്ടി നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.